ആഹാ, ഇത് എവിടുന്ന് കിട്ടി? സ്വർണ്ണമാലയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരുടെ പരിശ്രമിച്ചു. എനിക്ക് കിട്ടിയത് ആ പാത്രത്തിന്റെ പൊളിഞ്ഞ പാത്രം കിടന്ന്. ആ, അവിടെ ഇല്ലേ, അവിടെ എന്തോ സാധനം വെച്ചാലും താഴോട്ട് പോകും. ഞാൻ ചേട്ടനോട് എത്ര ദിവസം കൊണ്ട് പറയാമെന്നറിയോ അവിടെ നിന്ന് ശരിയാക്കാനേ. എന്താടി അച്ഛനോട് എത്ര ദിവസം അമ്മ പറയാ പാത്രത്തിന്റെ ഭാഗം ഒന്ന് ശരിയാക്കാൻ വേണ്ടി പൊളിഞ്ഞു കിടക്കുന്നത്. അവിടെ തന്നെ എന്റെ മാലയെങ്കിലേ സ്വർണ്ണമാല അങ്ങോട്ട് താഴോട്ടങ്ങ് പോയി. പിന്നെ കുട്ടുമാൻ എന്നെ എടുത്തു തന്നത്. കുറെ നേരം കൊണ്ട് സ്വർണ്ണമാല കാണാനല്ല കൊണ്ട് വിഷമിച്ചിരിക്കുവായിരുന്നു. അന്നേരം തന്നെ ഇവര് മൂന്നിലൂടെ പരതി നടന്ന് പിന്നെ ലാസ്റ്റ് എന്റെ കുട്ടുമന്റെ അല്ലേ കിട്ടിയത്. മാലയൊക്കെ എന്തിനാ മണിമോളെ ആ ബാത്റൂമിന്റെ അവിടെ കൂരി വെക്കുന്നത്? കഴുത്തിലും കിട്ടക്കരുതോ? ഞാനും ഇപ്പൊ എന്നോട് പറയുന്നത് എപ്പോഴും മാല അവിടെ കൂരി വെക്കരുതെന്ന്. അത് തന്നെയല്ല ചേട്ടൻ എന്താ അതൊന്ന് ക്ലിയർ ആക്കാത്ത ആ ബാത്റൂം? ആ പൊളിഞ്ഞു കിടക്കുമല്ലയോ? അവിടെ വല്ല പാമ്പ് വല്ലതും കയറി വന്നാൽ പോലും അറിയാൻ പറ്റുമോ? എന്താ അവിടെ വല്ല ഇഷ്ടിക വെച്ചതെല്ലാം മറക്കരുതോ? ഇടി ഞാൻ പറഞ്ഞില്ല, 2-3 ദിവസം കൊണ്ട് ഞാൻ ആ ഇഷ്ടിക കമ്പനി കയറി ഇറങ്ങുക. അവർക്ക് എനിക്ക് ഓർഡർ കൊടുത്ത്, പക്ഷെ അവരെങ്കിൽ പറഞ്ഞു അവിടെ ഇഷ്ടിയൊന്നും ഇല്ല, ഇപ്പം തരാനില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? ഇഷ്ടിക അല്ലെങ്കിൽ അവിടെ ഇഷ്ടംപോലെ എനിക്ക് ഉണക്കാൻ വെച്ചേക്കുന്നത്. അതായിരിക്കും എന്നാൽ പിന്നെ 2 ഒത്തിരി ഒന്നും വേണ്ടല്ലോ, കുറച്ച് തന്നാൽ പോരെ. ഇത് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടോ? ചേട്ടൻ എന്നൊരു കാര്യം ചെയ്യും, എന്തായാലും ഒരുപാട് ഇഷ്ടികയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അതും ചേട്ടൻ ഇങ്ങനെ രാത്രി അങ്ങനെ പോയെടുത്തോണ്ട് പോവാ. അയ്യോ, എനിക്ക് വയ്യ മോഷ്ടിക്കാനൊന്നും. നീ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോടി. മോഷണമായാലും ഇപ്പം തരത്തിൽ എന്ത് ചെയ്യാന്? നമുക്കിപ്പോൾ അത്യാവശ്യമല്ലേ. അങ്ങനെ വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നും അല്ലല്ലോ. ഒരു 5-6 ഇഷ്ടിക ഞാൻ എന്തായാലും ഇന്ന് രാത്രി തന്നെ എടുത്തോണ്ട് വരാം. ഞാൻ അതുകൊള്ള ഞാൻ ഇഷ്ടിക ഉറക്കാൻ പോകണത് നിങ്ങൾക്ക് മൾബറി പറിക്കാൻ പോകണം. അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ മൾബറിയൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ വാറിനും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് വയ്യ. ഞാൻ ഇഷ്ടിക മാത്രം എടുത്തിട്ട് വരും. ഇത് ഇഷ്ടിക തന്നെ അവരുടെ അനുവാദത്തോടു കൂടിയാണ് എടുക്കുന്നത്. അവിടെപ്പോൾ അവരറിയാതെ എടുക്കുക. അത് തന്നെ റിസ്ക്. അന്നേരം ഇനി ഞാൻ മൾബറി പറിക്കാൻ പോകുന്നു. ആ മൾബറിയൊക്കെ പറിക്കുമ്പോൾ സൗണ്ട് ഒക്കെ ഇട്ട് ആരിലൊക്കെ ഇറങ്ങി വന്ന് എന്ത് ചെയ്യും? എടി ചാക്കും എല്ലാം കാണുമോ ഇഷ്ടിക എടുത്തോണ്ട് വരാന്? ആ ചാക്ക് തോ വെളിയിൽ കിടപ്പുണ്ട് ചേട്ടാ, 2-3 ചാക്കുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോണ്ട് പോകും. നല്ല ചാക്കുകളാ. നേരെ ഒന്ന് ഇരുട്ടട്ടെ, അന്നേരം പോവാം. മീൻകറി വെക്കണോ അതോ സാമ്പാർ വെക്കണോ, എന്ത് വേണ്ടത്? നിങ്ങൾ അച്ഛൻ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ പോയാലോ? ഞങ്ങൾ ഇറങ്ങി വരാം. എന്നിട്ട് നിങ്ങൾ അച്ഛൻ പോകുമ്പോഴത്തേക്കേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പുറകെ നടന്നു പോകാം. പതുക്കെ പോയാൽ മതി, സൗണ്ട് ഒന്നും കേൾക്കാതെ. എന്നിട്ട് നമുക്ക് പതുക്കെ ചെന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അച്ഛനെ ഇഷ്ടി എടുക്കുന്ന സമയം കൊണ്ട് നമുക്കാണെങ്കിലും മഴവരയ്ക്ക് എടുക്കാം. എന്നും വേണ്ട എനിക്കറിയത്തില്ല ഇതൊക്കെ നടക്കുന്നു. അച്ഛൻ എന്നെ വെക്കാറ് അടിച്ച് ശരിയാക്കും തോന്നുന്നു. എവിടെ പോയത് ആരെയല്ല ചർച്ച ചെയ്യുന്നേ? ആഹാ, മാളൂട്ടി വന്നു. മാളൂട്ടി ഇവിടെ നമുക്ക് കൊണ്ടുപോയല്ലോ. മാളൂട്ടി ഞങ്ങൾ ഇന്ന് രാത്രിയിലെ മൾബറിക്ക് പറയാൻ പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ഹായ്, മൾബറിക്കോ? എനിക്കും വേണം, ഞാനും വരുന്നുണ്ട്. എല്ലാവരും ഞാനായിട്ട് പോകുന്നുണ്ട്. സൗണ്ട് ഇല്ലാതെ മിണ്ടാതെ വെക്കോണം. ഞങ്ങൾ അച്ഛൻ വല്ലതും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കും. കുഴപ്പമില്ലടി, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാളൂട്ടി കൂടെ വരട്ടെ. എന്നാ ശരി, നമുക്കൊന്ന് രാത്രി കാണാം. ഞാൻ ആ സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കാം കേട്ടോ. അച്ഛൻ ഇറങ്ങുമ്പോഴേ അന്നേരം എല്ലാവരും വന്നാൽ മതി. ഓക്കെ? ആ, ഓക്കെ ഓക്കെ. Sahur, Dio con la forma de los sahur, mi porco Dio, sahur, ആരോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് ഒളിഞ്ഞിരിക്കാം. ഒളിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഈ ഇഷ്ടികയുടെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ആവും. എൻ്റെ രൂപമൊക്കെ മാറിയേക്കാം. അയ്യോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളോട് ചോദിക്കാതൊരു സാധനം എടുക്കുന്നത്. എന്ത് ചെയ്യാൻ? ഒരു ഗതികേട് കൊണ്ടല്ലേ. ഇത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ കൊടുത്ത് വാങ്ങിക്കും. പക്ഷെ അവർ തരണ്ടേ സാധനം? ആകെ 5-6 ഇഷ്ടിക ചോദിച്ചതാ. ഓമാർക്ക് തരാൻ മടി. കുറച്ച് ചോദിച്ചോണ്ടായിരിക്കും ഓമാർക്ക് മടി. ലോഡ് കണക്കിന് ഞാൻ ഇറക്കുന്നില്ലല്ലോ, അതായിരിക്കും. എന്നാ പിന്നെ ഇത് തന്നെ വേറെ വരുമ്പോൾ എന്ത് ഇനിയിപ്പോൾ ചെയ്യണ്ടേ? ആ സൈഡിൽ നിന്ന് എന്നെ ഇളക്കാൻ നോക്കാം. എടി, ആ മരമല്ലേ നമ്മൾ പറഞ്ഞത്? ആ മൾബറി മരം നിൽക്കുന്നത് അവിടെ. എടി, പക്ഷെ നമ്മൾ ദൂരെ നോക്കുന്ന പോലെയല്ല തോന്നുന്നു. ഇച്ചിരി പൊക്കത്തിലാന്ന് തോന്നുന്നു ആ മരം നിൽക്കുന്നത്. പക്ഷെ മൾബറി പറിക്കണമെങ്കിൽ ആ ഇഷ്ടികയുടെ മുകളിൽ കയറണമെന്ന് തോന്നുന്നു. എവിടെ ഒരു കുശൂശിപ്പ് കേൾക്കുന്നുണ്ടല്ലോ. ദൈവമേ, ഇവിടുത്തെ ജോലിക്കാർ വലിയ ഇളകി വന്നു തന്നോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ അടിച്ചു ഒതുക്കും. ഇവിടെ ഒളിച്ചിരിക്കാൻ കയറി. എന്തായാലും ഞാൻ ഇഷ്ടയുടെ മുള്ളെങ്കിലും കയറി പറിക്കാൻ പോവാ. നിങ്ങൾ കവർ എടുത്തായിരുന്നു ആരേലും? Sahur, Dio con la forma de los sahur, mi porco Dio, sahur, sahur, Dio con la forma.
കൊച്ചു പിള്ളേർ സൗണ്ട് പോലെ കേൾക്കുന്നത്? ഇനി ഇവിടുത്തെ തൊഴിലാളികളുടെ മക്കളും വല്ലോ ആണോ? അയ്യോ, അവർ കണ്ടാലും മതി എന്നെ ഒറ്റ കൊടുക്കാന്. ഓ, അങ്ങ് തിരിച്ചു പോകായിരുന്നു എന്റെ പൊന്നെ. ഞാൻ ഇവിടെ വരെ വന്നിട്ട് ഇഷ്ടിക എടുക്കാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ ശാന്തം ശരിയാക്കും. എത്ര നേരം എന്ന് വെച്ചാൽ ഞാനിവിടെ ഒളിച്ചിരിക്കുന്നത്? ഉള്ള സമയം കൊണ്ട് ഇത് എടുത്തോണ്ട് പോകുന്നു നല്ലത്. ഞാൻ പിള്ളേരുടെ കൊച്ചു കൊച്ചു നോക്കിയിരുന്നു കഴിഞ്ഞാലേ ഇവിടെ നിൽക്കുന്നു. Sahur, díolo con la forma de los എന്താ ഇത്? ഇവിടുത്തെ ജോലിക്കാരുടെ അപ്പൂപ്പ വല്ലോ ആണോ? അതൊന്നും ഇത് ഇഷ്ടികയുടെ രൂപമാണല്ലോ ഇത്. എന്തൊന്നും മനസ്സിലാക്കുന്നില്ല കണ്ടിട്ട്. നിങ്ങളോ? ഇതെന്തും ഇത്? എല്ലാവരും രാത്രി ഇങ്ങോട്ട് വന്നേ. തീ സഹോറോ? ഇതോ തുമ്പും സഹോരം നമ്മളൊന്നും കണ്ടിട്ടുള്ള കൊറേ. ഇതാണ് തീ സഹോറോ? പുതിയ സാധനം എനിക്കറിയത്തില്ല. കൊറേ നേരമായിട്ട് നീയൊക്കെ കിടന്ന് ഓടാന്ന് പറയുന്നത്. നീയൊക്കെ എന്തിനാ ഈ ഇഷ്ടിക വന്നത്? ഈ ഇഷ്ടിക ഫാക്ടറിയിൽ എന്തിനാ വന്നത്? ഇത് ഞാൻ നടന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. എന്തിനാ നീയൊക്കെ ഇവിടെ വന്നത്? എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ അതോ എന്നെ ഉടയ്ക്കാനോ? നിങ്ങൾ ഇനി മൾബറ പഠിക്കാൻ വന്നു? ഞാൻ ഇഷ്ടി എടുക്കാൻ വന്നല്ലേ മക്കളെ? ആഹാ, അപ്പൊ ഇഷ്ടി എടുക്കാൻ വന്നല്ലേ? നീയൊക്കെ ഓടുന്നതിന് മുമ്പേ കാണിച്ചു തരാം. ഞാൻ ഇഷ്ടികയല്ല, ഇഷ്ടികയുടെ രൂപമുള്ള തീ സഹോ. ഞാനും ഇതുപോലെ ഒരു രാത്രിയില് ഇഷ്ടിക മോഷ്ടിക്കാൻ പോയതാ. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാം എന്നെ കണ്ടുപിടിച്ച് ആ ഇഷ്ടിക മൊത്തം എന്റെ ദേഹത്തെടുത്ത് എറിഞ്ഞ് അങ്ങനെ ഞാനൊരു ഇഷ്ടികയുടെ രൂപത്തിലായി. അതുകൊണ്ട് എനിക്ക് എല്ലാരെയും പകയാ. ഇങ്ങനെ ഇഷ്ടിക മോഷ്ടിക്കാൻ വരുന്നവരെ ഞാൻ വെച്ചേക്കത്തില്ല. പ്ലീസ് ഒന്ന് മാറും ഞങ്ങളുടെ ദേഹത്തുനിന്ന്. ഞങ്ങൾ ഇനി ആരും എടുക്കാൻ വരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ഇഷ്ടിക. ഒന്ന് മാറി തരുമോ ദേഹത്തുനിന്ന്? ബാബുരേ, അരേ ഭായി, ബച്ചാവോ ബച്ചാവോ, ഏ കോൺകേ? അയ്യോ, തോണ്ട ഭായിമാര്, ആ പണിക്കാരെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ഈ തൊഴിലാളികളാ തോന്നുന്നു ഇവിടുത്തെ ആ ഭായിമാര്. അയ്യോ, അവന്മാര് കണ്ട്. ബച്ചാവോ ബച്ചാവോ, ये क्या है? അവരുടെ മോളെ ഇഷ്ടിക വീണാന്ന് തോന്നുന്നു. അത് തള്ളിക്കളാ ഇഷ്ടിക. എല്ലാവർക്കും കൂടെ ഒത്തുപിടിക്കാം. ഓ, ഒത്തുപിടി. അവരെ രക്ഷിക്കൂ. പിടിച്ചു തള്ളി. ഓ, യുവമാരെന്നെ പിടിച്ച് തള്ളുവാണല്ലോ. ഇഷ്ടിക കഷ്ണം പൊട്ടിപ്പോയി. ഓ, ഇവിടുത്തെ ഭായിമാറി മുതലാളിയും കൂടെ നമ്മളെ രക്ഷപ്പെടുത്തിയത്. ബോത്ത് അച്ഛാ, താങ്ക് യു സോ മച്ച്. മൾബറി പറിച്ചോളൂ. പാവങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. മുതലാളി ഞാനെങ്കിൽ ഇവിടെ വന്നെങ്കിലേ ഇഷ്ടിക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയില്ലായിരുന്നു. 2 ഇഷ്ടിക കൂടെ തരാൻ പറ്റുമോ? ആ, എടുത്തോ. മുതലാളി ഇപ്പൊ നല്ല മൂഡിലാന്ന് തോന്നുന്നത്. ആ തരുന്ന ഇതൊക്കെ നമ്മളെ രക്ഷിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പൊ മുതലാളിയുടെ മനസ്സൊക്കെ നന്നായി തോന്നുന്നു. അതെ